ഹലോ ഗായ്സ്, അപ്പോൾ നല്ല രസമുണ്ടല്ലേ ഇത് കാണാൻ. അപ്പോൾ ഞങ്ങൾ മൈസൂർ പോയി വരുമ്പോൾ ഒരു ഫിഷ് അക്വേറിയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി നോക്കാം എന്താ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് 299 രൂപ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇതിനുള്ള വെറുത്തൊക്കെ ഉണ്ടാവാതെ അവിടെ പോകാനെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. ചെറിയ മക്കൾക്ക് തന്നെ 250 വരുന്നുണ്ട് അവിടെ. അങ്ങനെ ഉള്ളിലേക്ക് കയറിപ്പോയി. അതൊരു അക്വേറിയം, ഒരു കടലിൻ്റെ ഉള്ളിലേക്ക് പോയ ഒരു ഫീലാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഭയങ്കര ലൈറ്റ് കാര്യങ്ങളുമായിട്ടും ഫുള്ളൊരു ആർട്ടിഫിഷ്യൽ ലുക്ക്, ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വെർത്തായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് റൈറ്റിന്. പിന്നെ പല തരങ്ങൾ എന്താ പറയുക മീനുകൾ, നമ്മൾ കാണാത്ത തരം മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ ഈ ചെറിയ കുഞ്ഞു മക്കൾക്ക് ഭയങ്കര അവരെ ആക്റ്റീവ് ആക്കാനും ഒക്കെ ഭയങ്കര രസമായിരിക്കും കേട്ടോ അവിടെ. നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള മീനുകളും അവർക്ക് നല്ല അക്വേറിയം സെറ്റപ്പ് ആക്കിയതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതായിരുന്നു മെയിൻ. ഞങ്ങൾക്ക് അതിനെ എൻജോയ് ആക്കാൻ പറ്റുന്ന ആ ഒരു ടൈം അത്രേ ഉള്ളൂ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ താഴത്ത് മുകളിലായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ഫസ്റ്റൊക്കെ മീനുകളെ കണ്ടപ്പോൾ കുറച്ച് ബാക്കോട്ട് നിന്നു, അവനൊരു പേടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് ഓക്കെ ആയി. പിന്നെ മീനുകളെ ഒരു ലോകം തന്നെ ആയിരുന്നു അവിടെ. അപ്പോൾ ഫുള്ള് അവൻ എൻജോയ് ചെയ്യുന്നുണ്ട്. മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ നോക്കിക്കായിരുന്നു. പിന്നെ അവന് ടച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ടൈം പോയാലൊന്നും അറിയില്ല. പിന്നെ അവിടെ എനിക്ക് ഭയങ്കര ലൈക്കായിട്ടുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. ഒരു 3D ഒക്കെ ആയിട്ട് മിറർ, ഫുള്ള് ജെല്ലി ഫിഷ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ എന്ത് രസമായിട്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡയറക്റ്റ് പോകുന്നൊരു ഫീല് നമുക്ക് ഈ വീഡിയോസിൽ കിട്ടുന്നില്ല കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടെ. ആ ക്യാഷ് കൊടുത്തതിന് മുതലായതൊരു പ്ലേസ് അവിടെ ഇരിക്കും. ഭയങ്കര രസമുണ്ടായിരുന്നു. മീനുകൾ കളറായിട്ടും ജെല്ലി ഫിഷായിട്ടും ഒക്കെ. അങ്ങനെ കുറച്ച് ടൈം അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ട് തോന്നി, ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ തോന്നി. അങ്ങനെ പിന്നെയും അടുത്ത സെക്ഷനും തന്നെ ഫിഷിൻ്റെ ഒരു ലോകം തന്നെയാണല്ലോ. അപ്പോൾ ഫുള്ള് ഫിഷ് കൊണ്ട് വെറൈറ്റി ആയിട്ടുണ്ട്. 3D ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അധികം നമ്മൾ ഈ സൈഡ് നോക്കിയാൽ വേറൊരു പോലെ, ആ സൈഡ് നോക്കിയാൽ അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടില്ലേ, നിങ്ങൾ തന്നെ നോക്കൂ, എന്തോ ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അറിയോ. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 year ഒക്കെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്, അറിയില്ല, കുറച്ച് മുന്നേ ഉള്ളതാണ് തോന്നുന്നു. പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കുറച്ച് ഷോ ആണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെയൊക്കെ ഒന്ന് ഫുള്ള് കറങ്ങി തിരിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഫുഡ് കൊടുക്കുന്നുണ്ട് മീനുകൾക്ക് ഓരോരുത്തർ. എന്തായാലും കുട്ടികളൊക്കെ ആയിട്ട് നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലേസാന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്കും ബോറടിക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല കൂളായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അവിടെയൊക്കെ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിലെത്താൻ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മൈസൂർ ഏതായാലും പോയ സ്ഥിതിക്ക് നമ്മളെല്ലാവരുടെയും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരണ്ടേ. അങ്ങനെ അവിടെയൊക്കെ കണ്ടു, നല്ല രസമായി. എന്ത് രസമല്ലേ മീനുകൾ ഇങ്ങനെ കയ്യിലൊന്ന് ഫുഡ് കൊണ്ടുപോകുന്നൊക്കെ കാണാൻ. പിന്നെ അതുപോലെ തന്നെ എന്തോ ഒരു കളർഫുൾ മീനുകളാട്ടോ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഭയങ്കര രസമായിരുന്നു നമുക്ക് കുറേ ടൈം അതിൻ്റെ ഉള്ളിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ. അങ്ങനെ വേറൊരു മോഡൽ, ഏകദേശം കുറേ ഫിഷുകൾ കൂടെ മിക്സ് ആയിട്ടുള്ളൊരിത്. പിന്നെ അതുപോലെ തന്നെ അവിടെ ക്രിയേറ്റീവായിട്ട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്താ അവിടെ ഇഷ്ടമായോ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. പിന്നെ ഇത് ലാസ്റ്റ് എൻഡ് ആയിട്ടൊന്നുമില്ല. പിന്നെ അടുത്തത് വേറൊരു ലോകം, അത് ഫുള്ള് മുകളിലൂടെയുള്ള, അതും ഫുൾ കളർഫുൾ ഫിഷുകൾ. ഭയങ്കര ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു അടിപൊളി പ്ലേസാണ്. അങ്ങനെ ആദുവിനെ കിടത്തിയിട്ടൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവന് ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ അവന് അതിൻ്റെതായ ഹാപ്പിനെസ്സിൽ അവന് എടുക്കുന്നുണ്ട് അതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വന്ന് പോകുന്നുണ്ട് കേട്ടോ അവിടെ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും. 1 year മുന്നേ ഉള്ളതല്ലേ, അപ്പോൾ അറിയാതെ എല്ലാവരും മറിഞ്ഞിട്ട് വരുന്നതോ അവരൊക്കെ ഉണ്ടാവും.
അങ്ങനെ ഇത് കുറേ ഒരു അപ്പുറത്തേക്ക് കൂക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ ഒരു സ്പേസ് ഇതിനായിട്ടുണ്ടായിരുന്നു. ഫിഷുകളൊക്കെ എന്ത് രസമാണ് കാണാൻ അറിയോ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ പരിപാടി. പിന്നെ ഞങ്ങൾ പ്ലാന് വീട്ടിലേക്ക് എങ്ങനെ പോകണം, എപ്പോൾ എത്തും, മഴയാണ്, ബൈക്കിനാണ്, എങ്ങനെ എത്തുമെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ലേറ്റായിട്ട് വീട്ടിലെത്തി. അങ്ങനെ ഇതൊക്കെയായിരുന്നു വീഡിയോസ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്